ഹരേ കൃഷ്ണ. 5 സക്സസ് സൂത്രങ്ങൾ വിജയത്തിനായിട്ട് എന്ന ഈ കോഴ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഓരോ ദിവസവും നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള സക്സസ് സൂത്രങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അത് PA കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നലെ AE കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് R കുറിച്ചാണ്. അന്നേരം ഇത് മുഴുവൻ ഈ 5 സക്സസ് സൂത്രങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു പാർത്ത് എന്നുള്ള ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി, ഇന്നത്തെ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതാം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. എല്ലാ കുട്ടികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എന്നാൽ ഇതുവരെ നമ്മൾ 2 പോയിൻറ്റ്സാണ് ചർച്ച ചെയ്തത്. സക്സസ് സൂത്രത്തിൽ നമ്മൾ ഏതൊക്കെ സൂത്രങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? PA കുറിച്ച് പഠിച്ചു, AE കുറിച്ച് പഠിച്ചു. എന്നിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് R കുറിച്ചാണ്. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, വെരി ഗുഡ്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങാം. അന്നേരം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? പാർത്ത് എന്ന് പറയുന്ന ഫോർമുലയാണ്. ഈ പാർത്ത് എന്ന ഫോർമുലയിൽ P ഉണ്ട്, A ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്, H ഉണ്ട്. ഈ പാർത്ത് എന്ന് പറയുന്ന ആരുടെ പേരാണ്? അർജുൻ്റെ പേരാണ്. അന്നേരം P എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ സക്സസ്സിന് വേണ്ടി എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത്യാവശ്യമാണ് എന്ന് നമ്മൾ പഠിച്ചു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ, റൈറ്റ് ആക്ഷൻസും കൂടെ വേണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ് ആക്ഷൻസ്, ഇത് അമേസിങ് കോമ്പിനേഷനാണ്. പക്ഷെ അന്നേരം നമ്മൾ വിചാരിക്കും ഈ ബാക്കിയുള്ള 3 ആൽഫബറ്റ്സ് എന്തൊക്കെയാണ്? അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം പോരാ, റൈറ്റ് ആക്ഷൻസ് കൊണ്ട് മാത്രം പോരാ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ഇരിക്കുന്നു, റൈറ്റ് ആക്ഷൻസും എടുക്കുന്നു, പക്ഷെ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷ വരുന്നതിന് മുമ്പേ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ഇരുന്നു, നല്ലപോലെ പഠിക്കുകയും ചെയ്തു. പക്ഷെ പഠിക്കുന്ന ആ സമയത്ത്, ആ ആക്ഷനിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ R എന്ന് പറയുന്നത് റിയാലിറ്റി ചെക്ക് എന്ന് പറയും.
റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഈ യാഥാർത്ഥ്യം? പി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എ എന്ന് പറയുമ്പോൾ ആക്ഷൻ. അന്നേരം ഈ ആക്ഷനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയാലിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യങ്ങൾ. നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നമ്മുടെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന്, രാത്രിയിൽ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. എന്തുകൊണ്ട്? രാത്രി പെട്ടെന്ന് നമ്മൾ ടയേർഡാവും. രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. ഉച്ച സമയത്തൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ ഓൾറെഡി രാവിലെ മുതൽ ഉച്ച വരെയുള്ള ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ മൈൻഡ് ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് ഇരിക്കത്തില്ല. അന്നേരം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പീസ്ഫുള്ളായിട്ടിരിക്കണം. ശാന്തമായിട്ട് നമ്മുടെ മനസ്സിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ എല്ലാം കയറി പോകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ TV ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം എന്തിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? TVയെക്കുറിച്ച് തന്നെയായിരിക്കും. TV ഓൺ ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി നമ്മൾ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്തിരുന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്. പറ്റുമോ പഠിക്കാൻ? പറ്റത്തില്ല. കാരണം പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് പല കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അന്നേരം പഠിത്തത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, കളിയെ കണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചിന്തകൾ കാരണവും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ പൊതുവെ, ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മുടെ ടീച്ചർ ഏതെങ്കിലും ഒരു നല്ല സീരിയസ് ആയിട്ടുള്ള വിഷയം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ, നമ്മൾ അടുത്തുള്ള കുട്ടികളുമായിട്ട് കളിയെക്കുറിച്ചും അതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അന്നേരം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് റിയാലിറ്റി ചെക്ക് എന്ന് പറയും. യാഥാർത്ഥ്യം, സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാനായിട്ടിരിക്കണം. ഇതിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും നമ്മുടെ വീക്ക്നെസ് എന്താണെന്നും ഇതിനെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ, റൈറ്റ് ആക്ഷൻസും വേണം. പക്ഷേ ഈ റൈറ്റ് ആക്ഷൻസിലോട്ട് ഇറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഇവിടെ ഒരു കുട്ടി പറയുന്നു, ദാറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഫോർ മീ, ഐ ഫീൽ മോർ കംഫർട്ടബിൾ ടു സ്റ്റഡി ഇൻ നൈറ്റ്. ചിലപ്പോൾ ആയിരിക്കാം, കാരണം അങ്ങനെ നമ്മുടെ മൈൻഡ് ട്രെയിൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, രാവിലെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും ചിലപ്പം ട്രൈ ചെയ്ത് കാണത്തില്ല. രാത്രി പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മൈൻഡ് ട്രെയിൻഡായി പോകും. അത് ശരിയാണ്, കറക്റ്റാണ്. ഏത് സമയത്തും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത്, ഏത് സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് റിസൾട്ട് കിട്ടും, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഹാർഡ് വർക്കല്ല നമ്മൾ ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു മുതലാളി, അദ്ദേഹത്തിന് കുറേ എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ കുറച്ച് വിറകുകൾ, ഇങ്ങനെ മരങ്ങളൊക്കെ മുറിക്കണമായിരുന്നു. മരങ്ങളൊക്കെ മുറിച്ചിട്ട് വിറകുകൾ ശേഖരിക്കണമായിരുന്നു. അന്നേരം അദ്ദേഹം 2 പേരെ വിളിച്ചു. 2 പേരെ വിളിച്ചതിന് ശേഷം ആദ്യത്തെ വ്യക്തിയെടുത്ത് പറഞ്ഞു, മരങ്ങൾ വെട്ടാൻ തുടങ്ങിക്കോളൂ, ഈ ഒരു ഏരിയയൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു വ്യക്തിയെടുത്ത് പറഞ്ഞു, ഈ ഒരു ഏരിയയിലുള്ള മരങ്ങളൊക്കെ വെട്ടാൻ പറഞ്ഞു. അന്നേരം ആദ്യത്തെ വ്യക്തി രാവിലെ മുതൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്രേക്കും എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കും,
പിന്നെ അതിനുശേഷം എന്താവും, വീണ്ടും വന്ന് മരം മുറിക്കാനായിട്ട് തുടങ്ങും. വീണ്ടും വെട്ടും, വീണ്ടും ബ്രേക്ക് എടുക്കും. അങ്ങനെ ബ്രേക്ക് എടുത്ത് മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ മരം വെട്ടുന്ന ആൾ വിചാരിച്ചു, ഇവനെ കൊള്ളാമല്ലോ, ഇവൻ കുറച്ച് ജോലിയും ചെയ്യുന്ന, കൂടുതൽ സമയം ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അന്നേരത്തേക്ക് ഉടനെ അവസാനം റിസൾട്ട് നോക്കിയപ്പോൾ എന്തായെന്നറിയാമോ? ആദ്യത്തെ വ്യക്തിയെ കാട്ടിയും ഏറ്റവും കൂടുതൽ മരം വെട്ടിയത് രണ്ടാമത്തെ വ്യക്തിയാണ്. അന്നേരം ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ആദ്യത്തെ മരം വെട്ടുകാരൻ രണ്ടാമത്തെ മരം വെട്ടുകാരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നെ പോലെ നീ രാവിലെ മുതൽ രാത്രി വരെ വെട്ടുന്നതായിട്ട് ഞാൻ കണ്ടതുമില്ല, പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം നീ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ മരം വെട്ടിയത്? ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഉടനെ രണ്ടാമത്തെ ആൾ ചിരിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയല്ല പോയത്, എൻ്റെ കോടാലി ആക്സ് അതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ് പോയത്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് ടൈം യു സ്പെൻഡ്, പക്ഷേ ഹൗ മച്ച് ക്വാളിറ്റി ടൈം യു സ്പെൻഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം കുട്ടികൾ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് ബുക്ക് തുറന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ? എല്ലാം അകത്ത് കയറുന്നുണ്ടോ? ഇല്ല. അന്നേരം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതിലല്ല കാര്യം, എത്ര പഠിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര അകത്തോട്ട് കയറിപ്പോയി, അതാണ് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ടൈം. ഇപ്പോൾ അർജുൻ്റെ പ്രധാന സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ്. അന്നേരം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മൾ സാഹചര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അനുയോജ്യമാക്കി വെക്കണം. നമ്മുടെ എൻവയൺമെൻറ്റ് നമ്മുടെ ബോധത്തെക്കുറിച്ചും നമ്മുടെ ഫോക്കസിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എല്ലാവർക്കും ഈ ഒരു സാഹചര്യം പറ്റുമെന്ന് അറിയത്തില്ല. അതായത് ഒരു ക്ലോസ്ഡ് റൂം ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും, അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ആ ഒരു റൂമിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നടക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഫോക്കസ് ചെയ്യണമെങ്കിൽ കഴിയുന്നതും സ്റ്റഡി ടൈമിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിയിൽ ഉള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് വേണം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ്, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുട്ടികൾക്ക് സിനിമ വലിയ ഒരു അട്രാക്ഷനാണ്. അതായത് സിനിമ കാണാതെ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സിനിമ അവർക്ക് വലിയ ഇഷ്ടമാണ്. അന്നേരം അങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അവർ മനസ്സിലാക്കിയിരിക്കണം, സിനിമ എൻ്റെ വലിയ വീക്ക്നെസ്സാണ്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സിനിമയിൽ നിന്ന് ദൂരെ നിൽക്കുക. അതെൻ്റെ ഒരു ഡിസ്ട്രാക്ഷനാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ചില കുട്ടികൾക്ക് കളി വലിയൊരു ഡിസ്ട്രാക്ഷനാണ്, ക്രിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അന്നേരം അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്ന് ദൂരെ നിൽക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുട്ടികൾക്ക് മനസ്സിലാവും, രാവിലെ ഇപ്പം ചില കുട്ടി പറഞ്ഞു രാത്രിയിലാണ് എനിക്ക് പഠിക്കാൻ കൂടുതൽ എബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, രാത്രിയിലാണ്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പഠിക്കുന്നത് അങ്ങ് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ ബോഡി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഇടയ്ക്കിടയ്ക്ക് ആ മരം വെട്ടുകാരൻ കോടാലിയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ് പോകുന്നത്. അന്നേരം നമ്മുടെ ബോഡിയുടെ മൂർച്ച കൂട്ടണം. ബോഡിയുടെ മൂർച്ച എങ്ങനെയാണ് കൂട്ടുന്നത്? ബോഡിയുടെ മൂർച്ച എങ്ങനെ കൂട്ടും? നല്ല ഹെൽത്തി ബോഡി ആയിരിക്കണം. ഈ ബോഡിയുടെ സൈക്കിൾ നമുക്ക് മനസ്സിലാക്കണം. ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ആ ബോഡി നല്ല ഹെൽത്തി ബോഡി ആയിരിക്കണം, നല്ല പീസ്ഫുൾ മൈൻഡ് ആയിരിക്കണം. ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റഡീസിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ എന്ത് കഴിക്കുന്നു അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വലിച്ചൊന്നും കഴിക്കാൻ പാടില്ല. ആക്ച്വലി ഒരുപാട് ഹെവി ഫുഡൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും. ഹെവി ഫുഡൊന്നും കഴിക്കരുത്. പൊതുവേ ശാസ്ത്രം അനുസരിച്ചും ആയുർവേദം അനുസരിച്ചും യോഗയുടെ
നമ്മുടെ വയറിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത് ചെയ്യാൻ പറ്റും, റിയാലിറ്റി ചെക്ക്. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം നെറ്റ് നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ മാക്സിമം നല്ല ബാൻഡ് വിഡ്ത്തുള്ള നെറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ എന്ത് ചെയ്യണം? ആദ്യമൊക്കെ ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ മാക്സിമം പേരും നെറ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അതാണ് പ്രശ്നം. എനിവേ, നോ പ്രോബ്ലം. നമ്മൾ വീണ്ടും ടോപ്പിക്കിലേക്ക് കിടക്കാം. 2 മരം വെട്ടുകാരുടെ കഥ നമ്മൾ പഠിച്ചു അല്ലേ? ഒരു മരം വെട്ടുകാരൻ എന്ത് ചെയ്തു? രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടേയിരുന്നു. മറ്റൊരു മരം വെട്ടുകാരൻ എന്താണ്? വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു? ബ്രേക്ക് എടുക്കുമായിരുന്നു. അന്നേരം ബ്രേക്ക് എടുക്കുന്ന ആ ഒരു മരം വെട്ടുകാരൻ ആദ്യത്തെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? തമ്പടിക്കാമോ? ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നവർ തമ്പൊന്നടിച്ചേ. കമൻസിലൊന്ന് ടൈപ്പ് ചെയ്യാമോ? ഐ ക്യാൻ ഹിയർ എന്ന് പറഞ്ഞിട്ട്. ആർക്കൊക്കെ കേൾക്കാൻ പറ്റും ഐ ക്യാൻ ഹിയർ എന്ന് ടൈപ്പ് ചെയ്യാമോ? അല്ലെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുമോ? കാരണം 1-2 കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഐ ക്യാൻ ഹിയർ എന്ന് കേൾക്കാം. ഓക്കെ, 2-3 പേർക്ക്. അന്നേരം നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അന്നേരം ചില കുട്ടികൾക്ക് കേൾക്കുന്നില്ല. അത് ചിലപ്പോൾ അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. എനിവേ, കുഴപ്പമില്ല. എത്രത്തോളം പറ്റുന്നോ അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ലിങ്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ഡോണ്ട് വറി കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, വെരി ഗുഡ്. അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ മരം വെട്ടുകാരൻ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തെക്കാളും കൂടുതലും രണ്ടാമത്തെ മരം വെട്ടുകാരനാണ് കൂടുതൽ മരങ്ങളെ വെട്ടിയത്. അന്നേരം ഇത് ആദ്യത്തെ ആള് ഹാർഡ് വർക്ക് ചെയ്തു, രണ്ടാമത്തെ ആൾ എന്താണ് ചെയ്തത്? സ്മാർട്ട് വർക്ക് ചെയ്തു. അന്നേരം സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആള് എന്താണ് പറഞ്ഞതെന്നറിയാം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയത് ബ്രേക്ക് എടുക്കാനല്ല, എൻ്റെ ടൂള് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയാണ് പോയതെന്നുള്ളത്. അന്നേരം അതേപോലെ നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യപരമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അന്നേരം എത്ര നമുക്ക് ആവശ്യമുണ്ടോ അത്രയും കഴിക്കുക. അതിൽ കൂടുതലിന് വേണ്ടി കഴിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? എപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. എത്ര നമുക്ക് കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ വയറ് നിറച്ചല്ലേ കഴിക്കാൻ പറ്റുമോ? അത് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നാവിൻ്റെ രുചി മാത്രം നോക്കരുത്, നമ്മുടെ ആരോഗ്യവും കൂടെ നോക്കണം. ഒരുപാട് ഭക്ഷണം കഴിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. അതാണ് റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്താൽ എനിക്ക് കൂടുതൽ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാം, എന്ത് ചെയ്താൽ എനിക്ക് ഡിസ്ട്രാക്ഷൻ ആവും, എൻ്റെ പഠിത്തത്തിന് വലിയൊരു തടസ്സമാകും, അതൊക്കെ ദൂരെ മാറ്റി വയ്ക്കുക. എന്താണ് എൻ്റെ പഠിത്തത്തിന് സഹായമായി വരുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം? അത് കൂടുതൽ കൂടുതൽ ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാവർക്കും ക്ലിയർ ആണ്? ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. അന്നേരം റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, അന്നേരം ഈ സ്ട്രെങ്ത് വീക്ക്നെസ്സും നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ അസോസിയേഷൻ എടുക്കാൻ പറ്റൂ. ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഈ റിയാലിറ്റി ചെക്കിൽ അതെല്ലാം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിക്കാൻ നല്ല മിടുക്കരായിട്ടുള്ള കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും എന്നറിയാമോ? എന്താവും? നിങ്ങളുടെ പഠിത്തവും ഇമ്പ്രൂവ് ആവും.
പക്ഷെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും? നിങ്ങളുടെ പഠിത്തവും മോശമാവും. അതുകൊണ്ട് ആരുടെ അസോസിയേഷനാണ് നിങ്ങൾ എടുക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടെ പഠിത്തം ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ പിന്നെ മോശമാകും. അതുകൊണ്ട് റിയാലിറ്റി ചെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിരിക്കണം. അതുകൂടാതെ ഇതിലെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരുടെ അസോസിയേഷൻ എടുക്കുന്നോ, ആരുടെ അസോസിയേഷൻ എടുക്കാൻ പാടില്ല, ഇതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നല്ല വ്യക്തികൾ, ബുദ്ധിമാനായിട്ടുള്ള തത്വചിന്തകരൊക്കെ പറയുന്നത് ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബി ടു ഡി. ബി ടു ഡി മുതൽ ഉള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് ബി? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്താണ്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്താണ്. അന്നേരം ബർത്ത് മുതൽ ഡെത്ത് വരെ ഉള്ള ഒരു യാത്രയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അന്നേരം എ ബി ഡി, എയും ബിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആൽഫബറ്റ് എന്താണ്? സി ആണ്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം എ ബി സി ഡി. അന്നേരം ലൈഫിൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി മുതൽ ഡി വരെയുള്ള ജേർണിയാണ്. ഇടയ്ക്ക് നിൽക്കുന്നത് എന്താണ്? സി ആണ്, ചോയ്സസ്. എന്ത് ചോയ്സസ് ആണോ നമ്മൾ എടുക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ യാത്ര മാറിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം നല്ല ചോയ്സസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താവും? നല്ല സക്സസ് കിട്ടും. റോങ് ചോയ്സസ് എടുത്തു കഴിഞ്ഞാൽ എന്താവും? റോങ് പാത്തിലേക്ക് നമ്മൾ പോകും, അവിടെ ഫെയിലിയർ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ ജേർണി ബർത്ത് ടു ഡെത്ത് ആണെങ്കിൽ റൈറ്റ് ചോയ്സസ് നമ്മൾ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അന്നേരം റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിരിക്കണം. അതുകൂടാതെ എന്താണ്? റൈറ്റ് അസോസിയേഷൻ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിന്? കോമൺ ഫ്രണ്ട്സ്, ഇതെന്താണ് ലൈക്സിന് വേണ്ടിയൊക്കെ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്സിന് വേണ്ടിയാണോ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഓക്കെ, ബർത്ത് ടു ഡെത്ത് അതെഴുതി. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുവരെ ഡിസ്കസ് ചെയ്തതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ കുട്ടികൾക്ക്? നോ. ഓക്കെ, വെരി ഗുഡ്. അന്നേരം ഈ യഥാർത്ഥ ചോയ്സസ്, എന്ത് ചോയ്സസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥ ഞാനിപ്പം പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, അർജുൻ, പാണ്ഡവർക്കെല്ലാം വനവാസം ലഭിച്ചു. ചൂതുകളിയിൽ അവർ തോറ്റു. അതായത് ഒരു ഗാംബ്ലിംഗ് കളിയിൽ അവർ തോറ്റു. ആ തോറ്റതിന് ശേഷം അവരോട് പറഞ്ഞു, 12 വർഷം വനവാസമാണ് നിങ്ങൾക്ക്. അന്നേരം ആ ഒരു കാലയളവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നീ സ്വർഗലോകത്തിൽ പോകുക, അവിടെ നിന്ന് ദിവ്യാസ്ത്രങ്ങളൊക്കെ ശേഖരിക്കുക എന്ന് പറഞ്ഞു. കാരണം യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്താണ്? പവർഫുൾ വെപ്പൻസ് ഒക്കെ വേണ്ടേ? അന്നേരം നീ എന്ത് ചെയ്യൂ? സ്വർഗലോകത്ത് പോയി, ഹെവൻലി പ്ലാനറ്റ്സിലൊക്കെ പോയിട്ട് അവിടെ ഇന്ദ്രനിൽ നിന്നും കൂടുതൽ അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഒക്കെ ശേഖരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായി? അർജുൻ നേരെ ഹെവൻലി പ്ലാനറ്റ്സിലേക്ക് പോയി. അതിനുശേഷം എന്താണ്? ഒരാൾ പറയുന്നു, പ്ലീസ് എക്സ്പ്ലെയിൻ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പാർട്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് നല്ല സ്ട്രോങ് ആയിരിക്കും, ചില സബ്ജക്ട്സ് വീക്കായിരിക്കും. അന്നേരം സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് അത് കണ്ടിന്യൂ ചെയ്യണം, വീക്കായിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ സമയം കൊടുക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ വീക്ക്നെസ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നും. അന്നേരം ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. വെരി സിമ്പിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിക്കുന്ന സമയത്ത് സിനിമ, TV ഇതൊക്കെ തടസ്സമാണെങ്കിൽ ആ തടസ്സത്തെ മാറ്റി വെക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ.
ഇനി പഠിത്തത്തെ സഹായിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കൂടുതൽ അതായത് ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കുന്നതും അല്ലെങ്കിൽ ഗൈഡ് യൂസ് ചെയ്യുന്നതും സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ നമുക്ക് പഠിത്തത്തിന് ഉപയോഗമായിട്ട് തോന്നുന്നത് അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എന്താണോ പഠിത്തത്തിന് റോങ് ആയിട്ട് തോന്നുന്നത്, അതായത് പഠിത്തത്തിൽ നമ്മുടെ ഉത്സാഹത്തെ കുറയ്ക്കുന്നത്, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമിതമായിട്ട് നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ഇരിക്കുക, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആക്ച്വലി ഇതൊക്കെ നമ്മളെ ചിലപ്പം പഠിത്തത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യും. പക്ഷേ അതേ വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ നിങ്ങൾക്ക് ടിപ്സ് തരാനും ഈ ഗീതാസൂത്രത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യം നല്ലതാണ്. അതായത് നിങ്ങളുടെ പഠിത്തത്തിന് സഹായകരമാകുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പഠിത്തത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ദൂരെ നിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ പഠിച്ചു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, റൈറ്റ് ആക്ഷൻസും വേണം. പക്ഷേ റൈറ്റ് ആക്ഷൻസ് വേണമെങ്കിൽ എന്താണ്? റൈറ്റ് ചോയ്സസ് എടുക്കണം. റൈറ്റ് ചോയ്സസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു പരീക്ഷാ ഹാളിൽ ചെന്നപ്പോൾ നിങ്ങൾ പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല. അന്നേരം നിങ്ങൾ എന്താവും? വളരെയധികം ടെൻഷൻ അടിക്കും, അങ്ങനെ എന്തെങ്കിലും ആവും. പക്ഷെ നിങ്ങൾ കൂളായിട്ട് അവിടെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ, അതിനെക്കുറിച്ചൊരു സൈലൻ്റ്ലി ഇരുന്ന് ആലോചിച്ച് അതിൻ്റെ ആ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അന്നേരം റൈറ്റ് ആക്ഷൻസും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് വരും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചോദ്യത്തിന് 3-4 ഓപ്ഷൻസ് കാണും. അന്നേരം അതിൽ നിന്ന് റൈറ്റ് ഓപ്ഷൻ എടുക്കണം. അത്രയേ ഉള്ളൂ. അന്നേരം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ഓരോ സമയവും നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. ആ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്താണ്? കറക്റ്റായിട്ടുള്ള അസോസിയേഷൻ എടുക്കണം. ആരുടെ അസോസിയേഷനാണ് എടുക്കേണ്ടത്, ആരുടെ അസോസിയേഷനാണ് എടുക്കാൻ പാടില്ലാത്തത്, അത് നമ്മൾ പഠിച്ചിരിക്കണം. അതിന് പൊതുവേ ചാണക്യ പണ്ഡിതനും വലിയ തത്വചിന്തകരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ സാഹചര്യമാണ് നമുക്ക് ശ്രേയസ്കരമല്ലാത്തത് അവരുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കുക. ആരുടെ സംഘമാണോ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത് അവരുടെ സംഘം കൂടുതൽ എടുക്കുക. വളരെ സിമ്പിളാണ് അല്ലേ? അന്നേരം ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാട്ടിയും പഠിത്തത്തിൽ പുറമോട്ടായിട്ടുള്ള വ്യക്തികളൊക്കെ കാണും. അന്നേരം അത് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില വ്യക്തികൾ എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അവർ എന്ത് ചെയ്യും? പഠിക്കാൻ മടിയായിട്ട് അവർ പഠിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. പക്ഷേ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവുന്നുമില്ല. അവർ മാക്സിമം രീതിയിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള കുട്ടികളോട് എന്ത് ചെയ്യണം? അവരുടെ കാര്യം എന്തോന്ന് ആവട്ടെ എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക. അന്നേരം നമ്മളെക്കാട്ടിയും താഴെ നിൽക്കുന്ന കുട്ടികളെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കാം. നമ്മുടെ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരുമായിട്ട് ഫ്രണ്ട്സായി നിൽക്കുക. പക്ഷേ നമ്മളെ ഒരിക്കലും സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവരുമായിട്ട് എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു അസോസിയേഷൻ അവോയ്ഡ് ചെയ്യണം. കാരണം അതെന്താണ്? അതെല്ലാം നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കും. അന്നേരം നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പ്രശ്നം കൂടുതലും കളിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണോ വരുന്നത് അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആകുന്നത്. പക്ഷെ കളിക്കാൻ ഏത് കൂട്ടുകാർക്കും പറ്റും. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് എന്താണ്? ആരാണോ പഠിത്തത്തിൽ നമുക്ക് കൂടുതൽ സഹായകരമായിട്ട് വരുന്നത് അങ്ങനെയുള്ള കൂട്ടുകാരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടുക. അന്നേരം നല്ലതുപോലെ പഠിക്കാൻ അറിയാവുന്ന കൂട്ടുകാരുമായിട്ട്, അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് കൂടുതൽ കൂട്ടുകൂടുക. ഇനി കൂട്ടുകാരൊന്നും അത്ര ഇല്ലെങ്കിലും നമ്മൾ അച്ഛനമ്മമാരുമായിട്ട് നല്ല സൗഹൃദം വയ്ക്കുക. അല്ലേ? നമ്മുടെ അച്ഛനമ്മയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ്. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ കൂട്ടുകാരാണെന്ന് വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ എന്ത് പറ്റും? അവർ ചിലപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലായിരിക്കും. കാരണം ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ? അന്നേരം ചിലപ്പോൾ
അവർക്കറിയാമെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞു തരത്തില്ല. ഇതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം, സൗഹൃദം പാടില്ല എന്നല്ല. പക്ഷെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടിരിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ആരുമായിട്ട് നമ്മൾ സംഘം ചേരണം, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഇതിനെക്കുറിച്ചാണ് ഞാൻ അർജുൻ്റെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം അർജുൻ എന്ത് ചെയ്തു? അർജുൻ ഇങ്ങനെ ഇന്ദ്രലോകത്ത് ചെന്നു. ഇന്ദ്രലോകത്ത് ചെന്നപ്പോഴത്തേക്ക് എന്തായി? അവിടെ ദിവ്യാസ്ത്രങ്ങളൊക്കെ ശേഖരിക്കാനുള്ള ഒരു അവസരം അർജുന് ലഭിച്ചു. അന്നേരം അർജുൻ അവിടെ ചെന്ന സമയത്തിന് പല പല കാര്യങ്ങളും അതും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ അർജുന് നിൽക്കാമായിരുന്നു. പക്ഷെ അർജുനൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ കറക്റ്റ് ചോയ്സ് എടുക്കേണ്ടത് അത് അർജുന് വളരെ വ്യക്തമായിട്ടറിയാം. അതായത് പ്രലോഭനങ്ങളിൽ അർജുൻ ഒരിക്കലും വീഴത്തില്ല. അതാണ് അർജുൻ്റെ പ്രത്യേകത. അന്നേരം ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയും. ഇതിനെ ത്രിഗുണങ്ങൾ എന്നാണ് പറയുന്നത്. അന്നേരം ഈ 3 ഗുണങ്ങളാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു കാലയളവെന്ന് പറയുന്നത് സത്വഗുണത്തിലാണ്. അന്നേരം സത്വഗുണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ശാന്തമാണ്, ഒരുപാട് ചിന്തകളൊന്നുമില്ല, നമുക്ക് എന്താണ് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും കൂടുതൽ കൂടുതൽ പഠിക്കാനും അതിനുമൊക്കെ പറ്റും. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്താവും എന്നറിയാം? നമ്മുടെ മൈൻഡിൽ കൂടുതൽ കൂടുതൽ ചിന്തകൾ വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം രാവിലേക്ക് അതാണ് ഞാൻ പറയുന്നത്. രാവിലെ നിങ്ങൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റത് കാരണം നിങ്ങൾക്ക് എന്തായിരിക്കും? പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റും. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളൊക്കെ കൂടുന്നതിനനുസരിച്ച് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി രാത്രി കാലയളവിലൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിലും പൊതുവെ നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് ടയർഡ്നെസ് കൂടും, അല്ലേ? അതായത് രാത്രി, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആ സൈക്കിള് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ നമ്മുടെ ബോഡിയുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മൃഗങ്ങളെയും കിളികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പായിട്ട് അവർ എഴുന്നേൽക്കും. എന്നിട്ട് എന്താണ്? വൈകുന്നേരത്ത് സൂര്യാസ്തമയം കഴിയുന്നതോടുകൂടി അവരെല്ലാവരും അവരവരുടെ കൂടുകളിലേക്ക് ചെന്ന് ഉറങ്ങും. അന്നേരം നമ്മൾ രാത്രി കാലയളവിൽ എല്ലാം ഇങ്ങനെ ഉറങ്ങാതെ ഉണർന്ന് തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റായിട്ട് കിടക്കുന്നതോറും നമുക്ക് ഉറക്കക്ഷീണം കൂടുതൽ വരും. അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത്, ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് വൺ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്ന് പറയും. നേരത്തെ കിടന്നുറങ്ങുകയും നേരത്തെ തന്നെ എഴുന്നേൽക്കുന്ന കുട്ടികളും എപ്പോഴും ആരോഗ്യവാനും അവരുടെ മൈൻഡ് നല്ല പ്രസന്ന മനസ്സുമായിരിക്കും, എപ്പോഴും നല്ല സന്തോഷമായിരിക്കും, നല്ല എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, എല്ലാത്തിനും ഒരു ഉന്മേഷവും കാണും. അന്നേരം നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കാനും ശ്രമിക്കുക. എത്ര നേരത്തെ എഴുന്നേൽക്കണം? സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം. അന്നേരം എന്താവും? അന്നേരം എന്തായിരിക്കും? നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ 2 ഉദാഹരണം തന്നിരുന്നു. ഹാർഡ് വർക്കുണ്ട്, സ്മാർട്ട് വർക്കും ഉണ്ട്. അന്നേരം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. പലപ്പോഴും നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്നറിയാം. പക്ഷെ അതേ സമയത്ത് എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള പോംവഴികളാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. അന്നേരം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ചിന്തിച്ചെടുക്കണം. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്.
അന്നേരം എന്താണ് നമ്മൾ പറഞ്ഞത്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആക്ഷൻ. അന്നേരം ഇന്നത്തെ ടോപ്പിക് എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? റിയാലിറ്റി ചെക്ക്. റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ എന്താണോ നമുക്ക് കൂടുതൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുകയും എന്താണോ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് മേക്ക് ദ റൈറ്റ് ചോയ്സസ്. അന്നേരം ഈ റൈറ്റ് ചോയ്സസ് എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഇന്നലെ നമ്മൾ 3 ഈകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ് 3 ഈകൾ? ചാറ്റിലൊക്കെ നിങ്ങളൊന്ന് ഇട്ടേ, ഏതാണ് 3 ഈകൾ എന്ന്? ഇന്നലെ നമ്മൾ ഇ ഇ ഇ എന്ന് പഠിച്ചിരുന്നു. ഏതാണ് 3 ഈ? ചാറ്റിലിട്ടെ. ഹരേ കൃഷ്ണ. ഏതൊക്കെയാണ് 3 ഈ? യെസ്, എപ്പിക്, എക്സ്പേർട്ട്, എക്സ്പീരിയൻസ്. കറക്റ്റ്. അന്നേരം അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കണമെങ്കിൽ പൊതുവെ പുരാതനമായിട്ടുള്ള കഥകൾ ഏതൊക്കെയാണ്? രാമായണം, മഹാഭാരതം. അതൊക്കെ പഠിക്കുമ്പോൾ എന്താവും? നമ്മൾ യഥാർത്ഥത്തിൽ കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ഈ ശരീരമല്ലെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നമ്മുടെ മനസ്സുണ്ട്, നമ്മൾ ആത്മാവാണ് എന്നൊക്കെ മനസ്സിലാക്കി. അന്നേരം ഈ ഒരു ആത്മാവ് നമ്മൾ ഇരിക്കുന്നത് ഈ ശരീരത്തിനകത്തായതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ ത്രിഗുണങ്ങളുടെ പല കളികളുമുണ്ട്. ഈ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണോ? എനിക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്കാണെന്നറിയാം. ആദ്യത്തെ 2 ദിവസത്തെ ടോപ്പിക് പോലെയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉയരത്തിലേക്ക് എത്താൻ പറ്റും. നല്ല ശ്രദ്ധയോടുകൂടി കേട്ടാൽ മതി, വളരെ ഈസിയാണ്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൂടുതൽ പേർക്കും ഇവിടെയാണ് സ്റ്റക്കാവുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടി പലതും നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവരെല്ലാം സ്റ്റക്കാവുന്ന എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രശ്നം കാരണമാണ്. അന്നേരം നമ്മൾ ഏത് സാഹചര്യമാണ് നമുക്ക് ഹെൽപ്പ് ആവുന്നതെന്നും ഏത് സാഹചര്യം നമുക്ക് ഹെൽപ്പ് ആവത്തില്ല എന്നും നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അന്നേരം ഏത് സാഹചര്യമാണ് ഹെൽപ്ഫുൾ, ഏത് സാഹചര്യമാണ് ഹെൽപ്ഫുൾ അല്ലാത്തതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഒന്നീ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആരുടെ സഹായം എടുക്കണം? എക്സ്പേർട്ട് എന്ന് പറയുന്നത് ആരാണ്? ചാറ്റിലിട്ടെ. ആരാണ് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടി? നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ പാരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്. അന്നേരം അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ ചോയ്സസ് എടുക്കുന്നത്. അന്നേരം നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ അച്ഛനും അമ്മയും എടുത്തോ നമ്മുടെ പാരൻസിനോടോ ചോദിച്ചതിന് ശേഷം എടുക്കുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ചോയ്സസ് ഒന്നും ഒരിക്കലും തെറ്റത്തില്ല. അത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഈ റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് നമ്മൾ പല കുട്ടികളോടും ചോദിക്കും, മോനെ നിനക്ക് ആരാവണമെന്ന് പറയും. അന്നേരത്തേക്ക് പറയും എനിക്ക് എൻജിനീയർ ആവണം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് പറയും എനിക്ക് ക്രിക്കറ്റർ ആവണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എന്താവും? എനിക്ക് സിനിമാ നടനാവണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പ്രശ്നം? അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവർ ആരാണ്. അന്നേരം നമ്മൾ ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയിലേക്ക് പോകരുത്. ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നു. അങ്ങനെയല്ല. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ചില കുട്ടികൾക്ക് മാത്സ് ആയിരിക്കും നല്ല ഇഷ്ടം. അന്നേരം അതിൻ്റേതായിട്ടുള്ളൊരു ഫീൽഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ചില കുട്ടികൾക്ക് എൻജിനീയറിങ് അവർക്ക് ഇഷ്ടമായിരിക്കും. ഇഷ്ടം മാത്രമല്ല, ഇഷ്ടമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ?
അത് നമ്മൾ നമ്മുടെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചോദിച്ച് കൺഫേം കൂടെ ചെയ്യണം. കാരണം കൂടുതലും നമ്മുടെ ശരിയും തെറ്റും നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം കൂടുതലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൂടുതലും ഇങ്ങനെ ക്രിക്കറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ക്രിക്കറ്റർ ആവാൻ തോന്നും. കൂടുതൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? സിനിമാ നടനാകാൻ തോന്നും. അങ്ങനെ ഓരോ സാഹചര്യം അനുസരിച്ചാണ് നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ആരുമായിട്ടാണോ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ നല്ലതും ചീത്തയും ശരിയും തെറ്റും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം, റൈറ്റ് ആക്ഷൻ എടുക്കണം. അതിനും നമ്മൾ അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഭഗവത്ഗീത വായിക്കുകയോ അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്യുകയോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടാതെ റിയാലിറ്റി ചെക്ക്, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ അച്ഛൻ്റെ അമ്മയടുത്തും ചോദിച്ചിട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛനമ്മമാർ പറയുവാണ്, മോനെ നീ ഇത് പഠിക്കൂ, ഇത് നല്ലതാണെന്ന് നിനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം. പക്ഷെ നമ്മൾ പറയും ഇല്ല എനിക്ക് ഇതല്ല, എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ഇതേ ചെയ്യൂ, എനിക്കിതാവണമെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്ക് അത്ര നല്ലതായിരിക്കത്തില്ല. കാരണം നമ്മുടെ അച്ഛനും അമ്മമാർ നമ്മളെ കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ. ഇപ്പോഴും നിങ്ങൾ കുട്ടികളാണ്, ജനനം മുതലേ നമ്മളെ കാണുന്ന ആൾക്കാരല്ലേ. അന്നേരം നമ്മളെക്കാട്ടിയും നമ്മളെക്കുറിച്ച് നല്ലതുപോലെ നമ്മുടെ അച്ഛനമ്മമാർക്കറിയാം. ഇനി നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മുടെ ടീച്ചേഴ്സിന് നല്ലപോലെ അറിയാം. എന്തുകൊണ്ടാണെന്നറിയാം? അവർ എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് ടീച്ചേഴ്സിനെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ നമ്മുടെ പാരൻസിനെ കാണുന്നത് നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആയി എന്താണ് ആരാണെന്നൊക്കെ മനസ്സിലായി കുറച്ചും കൂടെ ബുദ്ധിയൊക്കെ ഒന്ന് വികസിക്കുമ്പോഴാണ് നമുക്ക് ഇത് എൻ്റെ അച്ഛനമ്മ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ അച്ഛനമ്മമാരെന്താണ്? നമ്മളെ ജനനം മുതലേ കാണുന്നതാണ്. ഇനി നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലോ, നമ്മൾ ടീച്ചേഴ്സിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ടീച്ചേഴ്സ് എങ്ങനെയാണ്? ടീച്ചേഴ്സ് നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള എത്രയോ സ്റ്റുഡൻസിനെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം റിയാലിറ്റി ചെക്കിന് വേണ്ടി എപ്പോഴും നമ്മൾ രാമായണം, മഹാഭാരതം അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുക. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ലല്ലോ. കാരണം നമ്മൾ കൂടുതലും നമ്മുടെ എഡ്യൂക്കേഷനിൽ ബിസിയാണല്ലോ. അന്നേരം ആ ഒരു എഡ്യൂക്കേഷനിൽ ബിസി ആയതുകൊണ്ട് അത്രത്തോളം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അച്ഛനമ്മമാരുടെ സഹായത്തോടു കൂടി കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പഠിക്കണം. അന്നേരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് റിയാലിറ്റി ചെക്കാണ്. റിയാലിറ്റി ചെക്കിൻ്റെ അർത്ഥം എന്താണ്? റൈറ്റായിട്ടുള്ള അസോസിയേഷൻ എടുക്കുക, സാഹചര്യം മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് ഏതാണോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അസോസിയേഷൻ അതെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു 100 കുട്ടികൾ കാണും, അല്ലെങ്കിൽ 50 കുട്ടികൾ, എത്രയാണോ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അതെനിക്കറിയത്തില്ല. പക്ഷെ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളിൽ വെച്ച് കറക്റ്റായിട്ടുള്ള കാര്യം നിങ്ങൾ ആരുമായിട്ടായിരിക്കണം ഞാൻ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരുമായിട്ട് ഞാൻ കൂട്ടുകൂടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ചില കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്, അവരൊക്കെ സ്മോക്കിംഗ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് സ്മോക്കിംഗ് തുടങ്ങിയതെന്ന് അറിയാമോ? എങ്ങനെയാണ് സ്മോക്കിംഗ് തുടങ്ങിയത്? കാരണം സ്മോക്കിംഗ് ചെയ്യുന്ന കുട്ടികളുമായിട്ട് അവരെന്ത് ചെയ്തു? കൂട്ടുകൂടി. അങ്ങനെ ഇവർക്കും സ്മോക്കിംഗ് കിട്ടി. ഇനി ചില കുട്ടികൾ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തും. എന്തുകൊണ്ട് അവർ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുന്നു? കാരണം അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുന്ന കുട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടി. ചില കുട്ടികൾ പഠിത്തത്തിൽ ആദ്യം നല്ലതായിരുന്നു, പിന്നെ പഠിത്തത്തിൽ മോശമായി. എന്തുകൊണ്ട്? പഠിത്തത്തിൽ മോശമായിട്ടുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടി. ചില കുട്ടികൾക്ക് പഠിത്തത്തിൽ തീരെ താല്പര്യമില്ല. എന്തുകൊണ്ട്? പഠിത്തത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികളുമായിട്ട് കൂട്ടുകൂടി. ചില കുട്ടികൾ വാ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കും. എന്തുകൊണ്ട്?
ചീത്ത വിളിക്കുന്ന കുട്ടികളുമായിട്ട് കൂട്ടുകൂടി. അന്നേരം എല്ലാം ഈ കൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരുമായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യണം. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ തകരാറിലാക്കരുത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ വിചാരിക്കും അതൊന്നും പ്രശ്നമില്ല, നമ്മൾ കൂട്ടുകൂടിയാലും നമ്മൾ പഠിക്കാനൊക്കെ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം, നമ്മൾ പോലും അറിയാതെ നമ്മൾ റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇത് നമുക്ക് കർണൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം കർണൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ദാനവീരനൊക്കെയാണ്. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം എവിടെയാണോ നിൽക്കാൻ പാടില്ലാത്തത് അവിടെയാണ് അദ്ദേഹം നിന്നത്. റോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എടുത്തു. അതേ സമയത്ത് അർജുൻ എന്താണ് ചെയ്തത്? ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. കർണന്റെ പ്രശ്നം എന്തായിരുന്നു? ദുര്യോധന്റെ ഫ്രണ്ട്ഷിപ്പ് എടുത്തു, ശകുനിയുടെ ഫ്രണ്ട്ഷിപ്പ് എടുത്തു. പക്ഷെ അർജുൻ ആരുടെ ഫ്രണ്ട്ഷിപ്പ് എടുത്തു? ഭഗവാൻ കൃഷ്ണന്റെ ഫ്രണ്ട്ഷിപ്പ് എടുത്തു. അതുകൊണ്ട് എന്തായി? അർജുനന് വിജയം കിട്ടി, കർണൻ എന്തായി? ഉള്ളതും കൂടെ പോയി. അന്നേരം നമ്മുടെ ജീവിതത്തിൽ കർണൻ എന്ന് പറഞ്ഞ ആരാണ്? എല്ലാവിധ ശക്തികളും എല്ലാവിധ സാക്ഷാൽ സൂര്യപുത്രൻ തന്നെയാണ്, എല്ലാവിധ ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ എന്നിട്ടും വളരെ വിഷമകരമായിട്ടുള്ള അന്ത്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ നമുക്ക് നല്ലതാണെന്നൊക്കെ തോന്നും, പക്ഷെ അവസാന അന്ത്യം എന്തായിരിക്കും? വളരെ മോശമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിക്കേണ്ട സമയത്ത് കളി ചിരി ഇതൊക്കെ എന്ന് പറഞ്ഞ് നടക്കുന്നത് അന്നേരം നല്ല രസമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒടുവിൽ നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും? വലിയ വിഷമമായിരിക്കും. കാരണം നല്ലതുപോലെ പഠിച്ച കുട്ടികളെല്ലാം എന്താണ്? നല്ല നല്ല മാർക്സ് മേടിക്കും. അന്നേരം അവരുടെ അച്ഛനമ്മമാരൊക്കെ അവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കും. ടീച്ചേഴ്സും അവരെക്കുറിച്ച് നല്ലത് പറയും, അല്ലേ? പക്ഷെ അതേ സമയത്ത് നല്ല രീതിയിൽ പഠിക്കാത്ത കുട്ടികൾ എന്താവും? അവരൊക്കെ ദുഃഖത്തിലാവും. അവരൊക്കെ പറയും പഠിക്കാൻ താല്പര്യമില്ല, അവരെക്കുറിച്ച് എല്ലാവരും കുറ്റം പറയും, കണ്ടില്ല ഇത്രയും മാർക്സേ കിട്ടിയോളൂ എന്നൊക്കെ. അന്നേരം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൗഹൃദം കൂടുമ്പോഴേ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. അതായത് പൊതുവെ പറയുന്നുണ്ട്, വാട്ട് എവർ യു സോ ഷാൾ യു റീപ്പ്. എന്തിൻ്റെ ബീജമാണോ നമ്മൾ ഇടുന്നത് അതായിരിക്കും നമുക്ക് അവസാനം ചെടിയായിട്ടും അതിൻ്റെ പുഷ്പങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ റോസാ ചെടി നടുകയാണ്, റോസാപ്പൂ കിട്ടും, അല്ലേ? അന്നേരം എന്താണോ നമ്മൾ നടുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ട്. അന്നേരം ആരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം എന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇനി സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്നതിൻ്റെ ഇടയിലും ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള അപരിചിതരായിട്ടുള്ള പല ആൾക്കാരെയും കാണും. അവരൊക്കെ നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ വേണ്ടി വരും. അന്നേരം എന്താവും? അതൊക്കെ നമ്മളെ പ്രശ്നത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അപരിചിതരായിട്ടുള്ളവർ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വന്നാലും നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എന്തൊക്കെയാണോ നടക്കുന്നത് അതെപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയായിട്ട് ഷെയർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛനും അമ്മയടുത്തും ഷെയർ ചെയ്യാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. അന്നേരം പലപ്പോഴും പല കുട്ടികളുടെ ജീവിതത്തിലും, ഇപ്പോൾ ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്ന കുട്ടികൾ, ചില കുട്ടികളൊക്കെ കള്ള് വരെ കുടിക്കും. വളരെ മോശമല്ലേ ഇതൊക്കെ? ചീത്ത വിളിക്കും, അച്ഛനമ്മമാർക്കെതിരെ സംസാരിക്കും, അച്ഛനമ്മമാർ പറയുന്ന കേൾക്കത്തില്ല, ടീച്ചർ പറയുന്ന കേൾക്കത്തില്ല, ടീച്ചറിനോട് ദേഷ്യപ്പെടും. ഇതെല്ലാം എന്താ പ്രശ്നമെന്നറിയാമോ? എന്താണ് പ്രശ്നം? കാരണം ആരുമായിട്ടാണോ കൂട്ടുകൂടാൻ പാടില്ലാത്തത് അവരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. അത് കാരണം എന്ത് പറ്റുന്നു? അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവരുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്നേരം കൂടുതൽ റോങ് ചോയ്സസ് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കാരണം എന്താണ്? കൂടുതൽ പ്രശ്നത്തിലേക്ക് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിലും ചോയ്സ് ഉണ്ട്. എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബി ടു ഡി. സോ യു ഹാവ് ടു മേക്ക് ദ റൈറ്റ് ചോയ്സസ്. അന്നേരം റൈറ്റ് ചോയ്സസ് വേണമെങ്കിൽ എങ്ങനെയാണ് റൈറ്റ് ചോയ്സസ് എപ്പോഴാണ് എടുക്കേണ്ടത്?
സമയവും സാഹചര്യവും മനസ്സിലാക്കണം. അതാണ് ഇന്നത്തെ ക്ലാസ്, റിയാലിറ്റി ചെക്ക്. റിയാലിറ്റി എന്തുകൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പല ആൾക്കാരും നിങ്ങളോട് കൂട്ടുകൂടാൻ വേണ്ടി വരും. ഇനി മുന്നോട്ട് നിങ്ങൾ വലുതായി കോളേജിലൊക്കെ പോകുമ്പോഴും പല ആൾക്കാരും കൂട്ടുകൂടാൻ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കണം, യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കണം. ഈ വ്യക്തി എന്തിനാണ് എന്നോട് കൂട്ടുകൂടാൻ വരുന്നത്, ഈ വ്യക്തി കൂട്ടുകൂടാൻ അനുയോജ്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാവരോടും നല്ല സൗഹൃദമായിരിക്കണം. പക്ഷേ അമിതമായിട്ടുള്ള കൂടുതൽ അസോസിയേഷൻ എടുക്കുന്നത് എപ്പോഴും ആരുടെ അസോസിയേഷൻ ആണോ നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ മാത്രം അസോസിയേഷൻ എടുക്കണം. ആരുടെ അസോസിയേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല നമ്മുടെ പഠിത്തത്തിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിത്തമല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കളിയൊന്നും അല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. സ്പോർട്സൊക്കെ നല്ലതാണ്. അതാണ് ഞാൻ പറയുന്നത്, സ്പോർട്സ് നമ്മുടെ സ്ട്രെങ്ത് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പഠിത്തമാണ് നമ്മുടെ സ്ട്രെങ്ത് എങ്കിൽ കൂടുതൽ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണം. ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എക്സസൈസും സ്പോർട്സും ഒക്കെ നല്ലതാണ്. പക്ഷെ കൂടുതൽ സമയം സ്പോർട്സിൽ ചിലവാക്കുന്നത് അത് പഠിത്തത്തിന് ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ അത് കൂടുതൽ സമയം അതിനു വേണ്ടി കൊടുക്കാതിരിക്കുക. നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കും. ഇപ്പോൾ സ്പോർട്സിൽ നമുക്ക് നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ സ്പോർട്സിൽ സമയം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സ്പോർട്സിൽ നല്ല രീതിയിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തണമെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഏത് ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും സ്പോർട്സിൻ്റെ ആ കോമ്പറ്റീഷനൊക്കെ നമ്മൾ ക്രോസ് ചെയ്യണമെങ്കിൽ നല്ല പേഷ്യൻസും ഒരുപാട് സപ്പോർട്ടും ഒക്കെ വേണം. അന്നേരം ആ ഒരു രീതിയിൽ നമുക്ക് ഉയർന്ന നിലയിൽ എത്തണമെങ്കിൽ പഠിത്തവും കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. അന്നേരം എന്താണ്, രണ്ടും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ പഠിത്തത്തെ സാക്രിഫൈസ് ചെയ്തിട്ട് പഠിത്തം വേണ്ട, അതിന് പകരം ഞാൻ കൂടുതൽ സിംഗിങ്ങിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഡാൻസിൽ ഫോക്കസ് ചെയ്യാം. ഈ സിംഗിങ്ങും ഡാൻസും സ്പോർട്സും ഒക്കെ നമ്മുടെ ടാലൻ്റാണ്. പക്ഷേ സിംഗിങ്ങിൽ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിലും ഡാൻസിൽ എക്സ്പേർട്ട് ആണെങ്കിലും സ്പോർട്സിൽ എക്സ്പേർട്ട് ആണെങ്കിലും പഠിത്തം ഇല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ പോലും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റത്തില്ല. നല്ലൊരു എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ അതൊന്നും ശരിയാവത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അന്നേരം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമ്മൾ നടക്കുന്നത് അതെല്ലാം നമ്മൾ ആരോട് കൺഫേം ചെയ്യണം, നമ്മുടെ അച്ഛനമ്മമാരുമായിട്ട് കൺഫേം ചെയ്യണം, ക്രോസ് വെരിഫൈ ചെയ്യണം. അച്ഛാ ഇന്ന് ഇത് നടന്നു, അമ്മ ഇന്ന് ഇത് നടന്നു എന്ന് എപ്പോഴും നമ്മൾ കൺഫേം ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതോ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതിരിക്കുന്നതോ. അതുകൂടാതെ ചോയ്സസ് എടുക്കുന്നതും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താവും, അർജുനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് വരും. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അന്നേരം ഇതിനെക്കുറിച്ചാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അസോസിയേഷൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അന്നേരം രാവിലത്തെ സമയമൊക്കെ ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ബട്ട് പ്രഭു മൈ പാഷൻ ഈസ് ടു ബിക്കം എ ക്രിക്കറ്റർ. തെറ്റില്ല, ക്രിക്കറ്റിങ്ങിന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം പാഷൻ ആണോ അല്ലയോ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം തെളിയിക്കണം, കാലം തെളിയിക്കണം. കാലം തെളിയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രിക്കറ്റും സമയം കിട്ടുമ്പോഴൊക്കെ സമയം കണ്ടെത്തി അതിനു വേണ്ടി പ്രാക്ടീസൊക്കെ ചെയ്യണം. പക്ഷെ അത് പഠിത്തത്തെ സാക്രിഫൈസ് ചെയ്തിട്ടാവരുത്. പഠിത്തത്തിനും സമയം കണ്ടെത്തണം, അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് ക്രിക്കറ്റിന് വേണ്ടി സമയം കണ്ടെത്തണം. അതെങ്ങനെ ചെയ്യും, അത് നമ്മുടെ കയ്യിലാണ്. എല്ലാവരുടെ കയ്യിലും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ 24 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യുന്നോ അത് നമ്മൾ ഓരോ വ്യക്തികളുടെ കയ്യിലും ഇരിക്കും. ഇപ്പം ക്രിക്കറ്റിൽ മാത്രമല്ല, ഏത് സ്പോർട്സിലും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും, സിംഗിൽ എക്സ്പേർട്ട് ആവാൻ പറ്റും, ഡാൻസിൽ എക്സ്പേർട്ട് ആവാൻ പറ്റും. എല്ലാം നല്ലതാണ്. ഇപ്പം പണ്ടൊക്കെ ഗുരുകുലത്തിൽ 64 കലകളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പഠിത്തം മാത്രമല്ല, അതിന് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ചിലപ്പം കിട്ടത്തില്ല. കാരണം ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാം നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുകയൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സമയം എവിടെയാണോ വേസ്റ്റ് ആകുന്നത് എന്ന് മനസ്സിലാക്കി ആ വേസ്റ്റ് ആകുന്ന സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണം, ചില കുട്ടികൾ ഇന്നത്തെ കാലത്ത് കോഡിംഗ് ഒക്കെ പഠിക്കും, കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അന്നേരം ഇതൊക്കെ നമുക്ക് ഒരുപാട് സഹായിക്കും. ഇപ്പം ഒരു കുട്ടി പറയുന്നു മൈ പാഷൻ ഈസ് ഫുട്ബോൾ. ഫുട്ബോൾ നല്ലതാണ്. ഏത് ഫീൽഡ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഈ ലോകത്തിലെ ഏത് ഫീൽഡിലും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും. പക്ഷെ ആ ഫീൽഡ് ചൂസ് ചെയ്യേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നമുക്ക് ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷെ ആ ആഗ്രഹങ്ങൾ അച്ഛനമ്മമാരുമായിട്ട് അത് കൺഫേം ചെയ്യണം. ഇത് നല്ലതാണോ? എന്നിട്ട് അച്ഛനമ്മ പറയും നല്ലതാണ്, നീ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചെയ്തോളൂ എന്ന് പറയും. ക്രമേണ എന്താണ്? പഠിത്തമൊക്കെ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ക്രമേണ ആ ഒരുപാട് കാലം ആ ഒരു ആഗ്രഹം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ പലപ്പോഴും എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും. അങ്ങനെ മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോവാതെ അത് ഒരു ഇൻറ്റൻസ് ഡിസയർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ലോകത്തിൽ ഏത് ഫീൽഡിലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ഫീൽഡെന്ന് മാത്രമില്ല. ഡാൻസിലാകാൻ പറ്റും, മിലിറ്ററിയിൽ പോകാൻ പറ്റും, പോലീസ് ഓഫീസർ ആവാൻ പറ്റും, കളക്ടർ ആവാൻ പറ്റും, എന്ത് വേണമെങ്കിലും നമുക്കാവാൻ പറ്റും. അന്നേരം ഓരോരോ പ്രൊഫഷനും നമ്മൾ ചൂസ് ചെയ്യുന്നത് ആരോട് കൺഫേം ചെയ്തിട്ടായിരിക്കണം? ഇന്ന് എനിക്ക് തോന്നി ഇത് ചെയ്യാം, നാളെ തോന്നുന്നു ഇത് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നമ്മുടെ അച്ഛനും അമ്മമാരുമായിട്ട് കൺഫേം ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ അച്ഛനമ്മമാർ പറയുവാണ് ഇപ്പം പരീക്ഷ സമയമാണ്, കൂടുതൽ അതിനുവേണ്ടി സമയം കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. അന്നേരം നമുക്ക് എന്താണോ ഇഷ്ടം അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ എപ്പോഴാണ് നമ്മൾ നമ്മുടെ പഠിത്തമൊക്കെ കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് നമ്മുടെ ഹോംവർക്കും നമ്മൾ അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട്, ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഐ വോണ്ട് ടു ബിക്കം എ സോൾജർ. നല്ലതാണ്. ഏത് ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഇത് ആരോടാണ് കൺഫേം ചെയ്യേണ്ടത്? അച്ഛനമ്മമാരോടും നമ്മുടെ ടീച്ചറിനോടും. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ പഠിത്തവും കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ടൈം എവിടെയാണോ വേസ്റ്റ് ആകുന്നത് ആ വേസ്റ്റ് ആകുന്ന ടൈം നമുക്ക് ഇതിനു വേണ്ടി. വേസ്റ്റ് ആകുന്ന ടൈം എപ്പോഴാണെന്നറിയാം? നമ്മൾ ചുമ്മാ ഇരിക്കും, കൂട്ടുകാരോട്ട് ഇങ്ങനെ ചുമ്മാ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ടി വിയിൽ ഒരു പ്രോഗ്രാമും കാണത്തില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല പ്രോഗ്രാം ആയിരിക്കില്ല, പക്ഷെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ടി വി കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഏത് പ്രോഗ്രാം കാണണം, ഏത് പ്രോഗ്രാം കാണാൻ പാടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം ചോയ്സസ് ആണ്. വി ആർ മെയ്ഡ് ബൈ അവർ ചോയ്സസ്. നമ്മൾ ഏത് തീരുമാനമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാൻ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഹിസ് ഓൺ ഫോർച്യൂൺ. ഓരോ വ്യക്തികളുമാണ് അവരവരുടെ ഭാഗ്യത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്നാണ് പറയുന്നത്. അവരവരുടെ ഫ്യൂച്ചർ അവരവരുടെ കയ്യിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു കുട്ടി ചോദിച്ചു വാട്ട് വാസ് യുവർ പാഷൻ ഇൻ യുവർ ചൈൽഡ്ഹുഡ് ഗുരുജി? ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകണമെന്നായിരുന്നു. ഞാൻ അത് ചെയ്തു. ഞാൻ നല്ല ഫോർച്ചുനേറ്റ്ലി നല്ല IT കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, എംഫസിസ് എന്നുള്ളൊരു കമ്പനിയിലൊക്കെ. അന്നേരം ആ ഒരു കുട്ടിക്കാലം മുതലേ അതിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തു. അതിന് വേണ്ടുന്ന ഹെൽപ്പ് എല്ലാം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ചെയ്തു. ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് വന്നു, സ്ട്രഗിൾ വന്നു, ചലഞ്ചസ് വന്നു, പക്ഷേ ആ ഒരു പാഷൻ കണ്ടിന്യൂ ആയി. അന്നേരം അതുകൊണ്ട് എന്തായി, എനിക്ക് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നല്ല സക്സസ്ഫുൾ ഒറാക്കിൾ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. ഒറാക്കിൾ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അന്നേരം കുറേ കാലം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും എഞ്ചിനീയറിംഗ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അന്നേരം അന്ന് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അന്നൊന്നും ഞാനിങ്ങനെ ബ്രഹ്മചാരി, ആശ്രമ ജീവിതം, മോങ്ക് എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. എന്താണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എനി ടൈം യു ക്യാൻ സ്വിച്ച്. പക്ഷെ സ്വിച്ച് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ കൺഫേം ചെയ്യണം. 3E അടിസ്ഥാനത്തിലായിരിക്കണം. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രത്തിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടോ, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വെൽവിഷേഴ്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടോ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടോ, അങ്ങനെയൊക്കെ. ഇത് രണ്ടും നമ്മൾ ഹെൽപ്പ് എടുക്കുമ്പോൾ എന്തായിരിക്കും?
നമ്മുടെ എക്സ്പീരിയൻസും നല്ല സ്ട്രോങ് ആവും. അന്നേരം നമുക്ക് ജീവിതത്തിൽ റൈറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പം പറയുന്നു, ഡിഡ് യുവർ പാരൻസ് വർ ഹെൽപ്പിംഗ് യു ഫോർ ദിസ്? യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത ഓരോ തീരുമാനങ്ങളും അച്ഛനമ്മയെടുത്ത് ചോദിച്ചിട്ടാണ്. ഇത് വേണമെങ്കിൽ എൻ്റെ അച്ഛനമ്മയെടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, വേണമെങ്കിൽ നമ്പർ ഷെയർ ചെയ്യാം. എൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, അച്ഛൻ മരിച്ചുപോയി അൺഫോർച്ചുനേറ്റ്ലി. അന്നേരം ആ ഒരു എൻജിനീയറിംഗ് എടുത്തതും അച്ഛനമ്മമാരുടെ കൺഫർമേഷൻ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ആശ്രമ ജീവിതം എടുത്തതും അമ്മയുടെ പെർമിഷനോട് കൂടി തന്നെയാണ്. കാരണം എന്തായാലും നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛനമ്മമാരുടെ പെർമിഷനും കൂടെ നമ്മൾ എടുക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ജീവിതത്തിൽ നിന്ന്, ഇന്നത്തെ ഈ ഭഗവത്ഗീതയുടെ ആ ഒരു ജീവിത സൂത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ഒരാൾ ചോദിക്കുന്നു, വാട്ട് ഈസ് മൈ ഏജ്? മൈ ഏജ് ഇസ് 32. ഓക്കെ, അന്നേരം ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അന്നേരം ഇന്നത്തെ ഇതിൽ നമ്മൾ പഠിച്ചത് പാർത്ത് എന്ന ഫോർമുലയിൽ നിന്ന് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻസ്, റൈറ്റ് ആക്ഷൻസ്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? റിയാലിറ്റി ചെക്ക്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. തെറ്റായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു കുട്ടി അയച്ചു, ഐ വോണ്ട് ടു ബിക്കം ആൻ IAS ഓഫീസർ, മൈ പാഷൻ ഈസ് മ്യൂസിക് ബട്ട് ഐ സ്റ്റഡി വെരി വെൽ. എനിക്കറിയാം ചിലവർക്ക് പല പല കാര്യത്തിലും എക്സ്പേർട്ട് ആയിരിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇതെല്ലാം നമ്മൾ എഴുതി വെക്കണം. എന്തുകൊണ്ട് ഞാൻ IAS ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ്, ഇത് എഴുതണം. അന്നേരം എഴുതി എല്ലാ ദിവസവും നമ്മളിങ്ങനെ എഴുതി നോക്കുമ്പോൾ ഏതിലാണ് നമുക്ക് കൂടുതൽ പോയിന്റ്സ്. കാരണം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആണ്. അന്നേരം ഈ മൈൻഡിനെ പഠിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ എഴുതണം നമ്മുടെ മൈൻഡിന്. അതായത് ഡെയിലി ഡയറി ഒക്കെ എഴുതുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും. ഇന്ന് കൂടുതൽ ആൾക്കാരും എഴുതാറില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഡയറിയൊക്കെ എഴുതണം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതണം. അങ്ങനെ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അങ്ങനെ നിങ്ങൾ അത് ചിന്തിച്ച് നോക്കി, ഓക്കെ, അന്നേരം ഇത് റിയലി എൻ്റെ സ്ട്രോങ് ഡിസയർ ആണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് IAS ഓഫീസറാണ്, മ്യൂസിക്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ലതാണ്. മ്യൂസിക് എപ്പോഴും വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാമല്ലോ. പക്ഷെ എന്തായാലും നമുക്ക് കരിയർ എന്ന് പറഞ്ഞ ഒരെണ്ണം വേണമല്ലോ. ആ കരിയർ മ്യൂസിക് വേണോ, സ്റ്റഡി വേണോ, അതോ IAS ഓഫീസറാണോ? ഇത് നമ്മളല്ലേ ഡിസൈഡ്. സ്റ്റഡി എന്ന് പറയുമ്പോൾ IAS ഓഫീസറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? നല്ലപോലെ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്താവൂ, നല്ലൊരു IAS ഓഫീസർ ആവാൻ പറ്റൂ. IAS ഓഫീസർ ആയിക്കൊണ്ട് നമ്മൾ മ്യൂസിക് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അന്നേരം എല്ലാം കണക്റ്റഡ് ആയിട്ട് പോകും. അന്നേരം എന്താണ് ഒരാൾ പറയുന്നത്, ഐ വോണ്ട് ടു ബിക്കം നേവി ഓഫീസർ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആവാം. ഏത് ഫീൽഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഏത് ഫീൽഡിലും നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും. അതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന ആള് ഈ ഫീൽഡിലാണെന്ന് ഒരാൾ പറയുന്നു, ഞാൻ എഴുതാതിരുന്നത്, വൺ പാഷൻ ടെൽ യു ടു ഡു അനദർ അനദർ, ബട്ട് ഇഫ് വി ഡു വൺ പാഷൻ മൈൻഡ് വിൽ. ആ മൈൻഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. മൈൻഡ് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു കുട്ടി പറയുന്നു, ഞാൻ ഡയറി എഴുതുന്നുണ്ട്, വെരി ഗുഡ്, നല്ലതാണ്. ഐ വാണ്ട് ടു ബിക്കം ടീച്ചർ, വെരി ഗുഡ്, എല്ലാം നല്ലതാണ്. ആർ യു റൈറ്റിംഗ് ഡയറി? യെസ് ഐ ഡു. എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്, എഴുതാറുണ്ട്, ഞാൻ വെരിഫൈ ചെയ്യാറുണ്ട്. അന്നേരം ഇപ്പോൾ ഒരു കുട്ടി, പ്രഭുജി ഐ ആം വെരി ലേസി ഇൻ റൈറ്റിംഗ്, സോ ഐ ഡു നോട്ട് റൈറ്റ് എ ഡയറി. ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ എഴുതുന്നത് വളരെ നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് മൈ പാഷൻ ഈസ് സിംഗിങ്, ഡ്രോയിങ്, ഡാൻസിങ്, ഐ ഓൾസോ ലൈക്ക് ടു സ്റ്റഡി വെൽ. യെസ്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്. പക്ഷെ എങ്ങനെ എൻജോയ് ചെയ്യണം? നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണോ നമ്മുടെ ജീവിതവും സന്തോഷമാകുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിനും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനം തോന്നുന്ന രീതിയിൽ എല്ലാം നമ്മൾ ചെയ്യണം. വൈ ഡിഡ് യു ജോയിൻ ഇസ്കോൺ? കാരണം ഇസ്കോൺ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ് തരുന്നില്ലേ, ഇതേപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇസ്കോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എടുത്ത തീരുമാനമാണ് ഈ ഒരു ഫീൽഡിൽ. ഇപ്പം തന്നെ ആ ഒരു ഫീൽഡിലോട്ട് വന്നുകൊണ്ടല്ലേ നിങ്ങളെപ്പോലെ നല്ല കൂട്ടുകാരെ എനിക്ക് ലഭിച്ചത്.
എന്നാൽ അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഈ ഫീൽഡ് ബെസ്റ്റാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിൽ അതിൽ ഞാൻ തൃപ്തനായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ എല്ലാ ദിവസവും എന്തായിരുന്നു, അത് എനിക്ക് തോന്നി കുറച്ചും കൂടെ ബെറ്റർ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. അന്നേരം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അത് നമ്മുടെ അച്ഛനും അമ്മയായിട്ട് കൺഫേം ചെയ്തിട്ട് അതിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, കൊച്ചുകുട്ടികൾ എന്ന് പറയാൻ വലിയ കുട്ടികൾ തന്നെയാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹങ്ങൾ വയ്ക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പഠിക്കുക എന്നതാണ്. അതായത് നമുക്ക് ഒരുപാട് വലിയ ഗോൾസ് ഒക്കെ വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, ആ ഗോൾസൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഡെയിലി നമുക്കൊരു ഗോൾ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വലിയൊരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ടോപ്പിൽ എത്താൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു 100 ഫ്ലോർ ബിൽഡിംഗ് ആണെന്നിരിക്കട്ടെ. 100 ഫ്ലോർ ബിൽഡിംഗ് എന്ന് നമുക്ക് ആ മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ടോപ്പ് ഫ്ലോറിലേക്ക് എത്താൻ പറ്റത്തില്ലല്ലോ. ഓരോരോ ഫ്ലോർ കഴിഞ്ഞ് ലിഫ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഇങ്ങനെ ഓരോരോ ഫ്ലോർ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. അതേപോലെ തന്നെ ടോപ്പ് ഫ്ലോറിലേക്ക് നമ്മുടെ ലക്ഷ്യമാകുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് IAS ഓഫീസർ ആവണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം പഠിക്കാതെ IAS ഓഫീസർ ആവാൻ പറ്റുമോ? പറ്റത്തില്ല. അന്നേരം എന്തൊക്കെ എപ്പോൾ ഒക്കെ ചെയ്യണം എന്ന് നമ്മൾ ഒരു ഐഡിയ, ഒരു വിഷൻ നമ്മുടെ മൈൻഡിലുണ്ടാവണം. ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പഠിക്കണം. ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്ന് തന്നെ പഠിക്കണം. അല്ലാതെ ഇതൊന്നും നമ്മൾ ഇപ്പം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഡ്രീമായിട്ട് പോകും. ആ ഡ്രീമൊക്കെ അച്ചീവബിൾ ആക്കണമെങ്കിൽ ഇപ്പോഴത്തെ കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്തേ പറ്റൂ. ഇപ്പോഴത്തെ കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ എന്താവും? അതെല്ലാം സ്വപ്നമായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ പല വ്യക്തികളും കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ സ്വപ്നം, എനിക്കിതാവണം അതാവണം എന്നൊക്കെ സ്വപ്നം ആർക്കും കാണാൻ പറ്റും. പക്ഷെ ആ സ്വപ്നത്തെ റിയാലിറ്റി അതിലാണ് റിയൽ ടാലന്റ് ഇരിക്കുന്നത്. മനസ്സിലായല്ലേ? അന്നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി ചോദിച്ചു, ഹൗ ഡിഡ് യു ഗെറ്റ് ഓൾ ദിസ് നോളജ് ഫ്രം? ഇതെല്ലാം ഭഗവത്ഗീത എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഇതെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? Some people are very good at their studies, but they are very jealous to other who study well or compete when they never admit other. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മളെ ആരാണ് പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുക. അവർ പഠിത്തത്തിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും, പക്ഷേ അവരുടെ പഠിത്തം, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണ്ട. ഞാൻ അതാണ് പറയുന്നത്. അന്നേരം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ പഠിത്തത്തെ സഹായിക്കുന്ന രീതിയിൽ ആരും അത്ര ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഡോണ്ട് വറി, യു കീപ് ദം ഹലോ ഹൗ ആർ യു എന്നുള്ള റിലേഷൻ വെച്ചാൽ മതി. പക്ഷെ ആരെക്കുറിച്ചും തെറ്റായിട്ട് ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഹാവ് ഗുഡ് റിലേഷൻ വിത്ത് ദം. പക്ഷേ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ യു ഹാവ് ടു ബി വെരി സീരിയസ്. പഠിത്തത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യരുത്. അവരുമായിട്ട് സംസാരിക്കണം, നല്ല റിലേഷൻ വെക്കണം, പക്ഷേ പഠിത്തം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അന്നേരം അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പഠിത്തത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ദ ഫ്രണ്ട്ഷിപ്പ്. അവരുമായിട്ടുള്ള റിലേഷൻ പഠിത്തത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഡു നോട്ട് ഹാവ് ടു കണ്ടിന്യൂ. അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അവരെ ചിരിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കണം? ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അന്നേരം വേറൊന്നും ചിന്തിക്കരുത്. ഇനി വീട്ടിൽ വന്നാലും എന്ത് ചെയ്യണം? പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഒന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ Pയിൽ നിന്ന് പഠിച്ചു. റൈറ്റ് ആക്ഷൻസ്, റോങ് ആക്ഷൻസ് ചെയ്യാൻ പാടില്ല. ഇന്ന് നമ്മൾ പഠിച്ചത് റിയാലിറ്റി ചെക്കാണ്. റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് റിയാലിറ്റി ചെക്ക്? നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ അസോസിയേഷൻ ചൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കാര്യം നടക്കൂ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഒരു 8-8:15 ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, എല്ലാ കുട്ടികളും നല്ല രീതിയിൽ അത് എഴുതുക. ഇന്ന് നമ്മൾ കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ സമയമൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ചോദ്യങ്ങൾ കുറച്ചിരിക്കുകയാണ്. അന്നേരം ആ ചോദ്യം എന്തു പറയുന്നത്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് എത്ര മാർക്സ് ആണെന്നുള്ളതൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്നതാണ്. അന്നേരം ആ മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ചോദ്യത്തിന് അത്രയും മാർക്സ് ആണെങ്കിൽ എത്ര പോയിന്റ്സ് എഴുതണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം. ഇപ്പം 2 മാർക്കാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവെങ്കിൽ കുറഞ്ഞത് 2 മാർക്ക് എഴുതണം, 2 പോയിന്റ്സ് എഴുതണം. ഇപ്പം 3 മാർക്കാണെങ്കിൽ 3 പോയിന്റ്സ് എഴുതണം, 4 മാർക്കാണെങ്കിൽ 4 പോയിന്റ്സ് എഴുതണം. വെരി സിമ്പിൾ. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 1 സെൻറ്റൻസ് മതി. 2 പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 സെൻറ്റൻസ് മതി. 3 പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 പോയിന്റ്സ് മതി, 3 സെൻറ്റൻസസ് മതി. പക്ഷെ ആ സെൻറ്റൻസ് നല്ല സ്ട്രോങ് പോയിന്റ് ആയിരിക്കണം. അല്ലാതെ ചുമ്മാ വാരി വലിച്ചെഴുതിയിട്ടും കാര്യമില്ല. നല്ല രീതിയിലുള്ള പോയിന്റ്സൊക്കെ നല്ല രീതിയിൽ ആലോചിച്ച് എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഐ എം ഷുവർ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഏത് ഫീൽഡായാലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ സക്സസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഭഗവാനോട് അതിനുവേണ്ടി സ്പെഷ്യലി പ്രാർത്ഥിക്കുകയും ചെയ്യും. യു ഓൾ വിൽ ബിക്കം സക്സസ്ഫുൾ. അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ നല്ലൊരു എക്സാംപ്ലറി ലീഡറായിട്ട് മാറും എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് നാളെ PAR കഴിഞ്ഞു. ഇനി നാളെ TA കുറിച്ച് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ, 3 സെക്ഷൻ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ ഒരു സെക്ഷൻ, മറ്റന്നാൾ സെക്ഷൻ. അതോടുകൂടി 5 സക്സസ് സൂത്രങ്ങൾ കഴിഞ്ഞു. 5 സക്സസ് സൂത്രങ്ങൾ കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാം പവർഫുള്ളായി. ഇനി അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ് ആക്ഷൻസ്, ഇത് ആരൊക്കെ പ്രാക്ടീസ് ചെയ്തു? ഒന്ന് ഇതിലിട്ടെ. കമൻസിലിട്ടെ എത്ര പേരാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും റൈറ്റ് ആക്ഷൻസും പ്രാക്ടീസ് ചെയ്യുന്നത്? യെസ് എന്നടിച്ച. യെസ്. ആരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ യെസ് എന്ന് പറഞ്ഞ് കമൻസിലിട്ടെ. യെസ്, ഒരാൾ തമ്പടിച്ചു. വെരി ഗുഡ്. മീ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അവരൊക്കെ യെസ് എന്നടിച്ചേ കമൻസിൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അന്നേരം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷയ് റൈരത്ത് പ്രാക്ടീസ്, ആദിനാഥ് പ്രാക്ടീസ്ഡ്. വെരി ഗുഡ്. അന്നേരം ഇങ്ങനെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, മീ രസിക നന്ദ പ്രാക്ടീസ്ഡ്. ഇങ്ങനെ ഓരോരുത്തരും വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, റൈറ്റ് ആക്ഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിച്ചു റിയാലിറ്റി ചെക്ക്. റിയാലിറ്റി ചെക്ക് എന്താണ് നമ്മൾ പഠിച്ചു? എന്താണ്? സ്ട്രെങ്ത് മനസ്സിലാക്കിയിരിക്കുക, വീക്ക്നെസ് മനസ്സിലാക്കിയിരിക്കുക, പിന്നെ അസോസിയേഷൻ, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചോയ്സസ് എടുക്കുക. അത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നാളെ TA കുറിച്ചും H കുറിച്ചും മറ്റന്നാളും പഠിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ സക്സസും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് ജി കി ജയ്.